ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഗൈഡൻസ് എന്തൊക്കെയാണ്, ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാമേ. ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഫ്ലവേഴ്സ്, സിക്സ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ടു ഓഫ് പെന്റക്കിൾസ്, King of Wands, Four of Wands, Nine of Swords, Four of Pentacles. ഓട്ടം വന്നിരിക്കുന്നത് ഹൈ പ്രിസ്റ്റസ് എനർജിയാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. ഹൈ പ്രിസ്റ്റസ് എനർജി അതിനോടൊപ്പം തന്നെ വന്നതാണ്. പിന്നെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു, പുതിയ ജോലി സാധ്യതയാവാം, അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാനാവാം. ഏതൊരു വിധത്തിലൂടെയും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി, ഇതൊരു ഹൈ എനർജിയാണ്, പെന്റക്കിളിന്റെ ഒരു ഹൈ എനർജി അല്ലേ. അപ്പൊ ഈ ഒരു ഹൈ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു തുടക്കം വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ആർക്കെങ്കിലും ഒക്കെ ഈ റീഡിംഗ് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു എനർജി ഇന്നത്തെ ദിവസം വന്നിരിക്കും. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് ആണ്. അതുവഴി നിങ്ങൾ കണ്ടില്ല, ഇവിടെ സാമ്പത്തികമായിട്ട് കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി ഇവിടെ പരിശീലിക്കുകയാണ്. 2-3 പേർ കൂടി ചേർന്നിട്ട് അതിനെന്താണോ സ്പെൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, മുന്നോട്ട് എങ്ങനെ പോകണം, കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെയും മണിയുടെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ വിഷമം അനുഭവിക്കുകയാണ്. വിഷമം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ സ്നേഹിക്കുന്ന പോലെ ഒരു കപ്പ് എനർജി അല്ലേ. കപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ളതാണ്. അതായത് ഇമോഷൻസിനെ കുറിക്കുന്നതാണ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പിന്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, വികാരങ്ങൾ ഇമോഷൻസിലിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്നേഹിച്ച വ്യക്തി എന്നെ അതുപോലെ സ്നേഹിച്ചില്ല, അവർക്ക് എന്നോടൊരു തരത്തിൽ സ്നേഹമില്ലാതെ പോയി, അവരെന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, ഇനി എനിക്ക് ആ സ്നേഹം കിട്ടത്തില്ല, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ഇങ്ങനെയൊക്കെയുള്ള വിവിധ ചിന്തകൾ. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുക. മനസ്സിലായി ഇവിടെ. എന്നാൽ തന്നെയും ഇവിടെ മറ്റു പല കാര്യങ്ങളിലും ഓർത്ത് സന്തോഷിക്കാൻ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും കാണാതെ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. നമ്മളെല്ലായ്പ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് കാണുന്നില്ല, ഇല്ലാത്തതാണ് കാണുന്നത് അല്ലെ. നെഗറ്റീവ് ചിന്തയാണ് കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ സ്നേഹം കൂടി വരുന്ന എനർജിയാണ്.
മുൻപെങ്ങോ ഇവിടെ പിണങ്ങിപ്പോയ വ്യക്തി തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു എനർജി ലഭിക്കുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടിച്ചേരുന്നുണ്ട്. പണ്ടെങ്ങോ കൂടെ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ് പോയവരായിരിക്കും. ഒരു സിൻസിയർ ലവ് അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. പിരിഞ്ഞപ്പോഴും ഒരു സിൻസിയർ ലവ് അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരായിട്ട് ഇരുന്ന സമയത്ത്, അല്ലെങ്കിൽ പണ്ടൊക്കെ ചെറിയ സ്കൂളിലൊക്കെ LPSലോ UPSലോ അങ്ങനെയൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് പിരിഞ്ഞുപോയി. അന്നേ ആ ഒരു സ്നേഹം ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ അവശേഷിച്ച സ്നേഹം ഉള്ളത് കൊണ്ട് വീണ്ടും ഇവരെ കണ്ടുമുട്ടാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ ആ സിൻസിയർ ലവ് ആണ്. മനസ്സിലായി? ഇനി അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ട വ്യക്തികൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ എത്ര കാലം കഴിഞ്ഞാലും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും. എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴാരെങ്കിലുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥയാണെങ്കിൽ തന്നെയും കൂടിച്ചേരുന്ന എനർജി ഇവിടെയുണ്ട്. കാരണം 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിനൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്. പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സിൻസിയർ ലവ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നു, അതുപോലെ പഴയ ഓർമ്മകൾ നിലനിർത്തുന്നു. ശത്രുത മനസ്സിലുള്ളത് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുന്നു, വീണ്ടും പുതിയ തുടക്കത്തിലേക്ക് വരുന്നു. അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ എത്രയും പെട്ടെന്ന് ഇത് വന്നു ചേരണമെന്ന് വിചാരിക്കുന്നതാണ്. കാണുന്ന കാര്യങ്ങളിലെല്ലാം സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു കഴിവ്. അതാണ് സ്നേഹമുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളിലും പോസിറ്റിവിറ്റി കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുന്നു. ആ സ്നേഹമില്ലാത്ത വ്യക്തികൾക്കാണ് എല്ലായ്പ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാനും നെഗറ്റീവ് കാര്യങ്ങൾ പറയാനുമുള്ള താല്പര്യം വരുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എന്താണ്, ആ ഒരു വികാരമില്ലാത്തവർ എത്രയും പെട്ടെന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കും. അതേ സമയത്ത് ഇതിനോടൊരു അറ്റാച്ച്ഡ് ആയിട്ട് കുറച്ചൊക്കെ സ്നേഹം ഇതിനോട് പുലർത്തുന്നു, അല്ലെങ്കിൽ നീതി പുലർത്തുന്ന ആൾക്കാരാണെങ്കിൽ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നെഗറ്റിവിറ്റി പറയാൻ സാധിക്കില്ല. അങ്ങനെ നെഗറ്റീവായിട്ട് അവർ പറയുകയില്ല. മനസ്സിലായി? ആ ഒരു എനർജിയാണ് ഇവിടെ. എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവിടെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടും ഏതോ വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിന് വേണ്ടിയോ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ഒരുപാട് സ്നേഹം കൊടുക്കാനുള്ള ആ ഒരു മനസ്ഥിതിയുണ്ട്, ആ ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരിൽ നിന്നും അത് ഇങ്ങോട്ട് സ്വീകരിക്കാനും ഈ ഒരു കഴിവ് ഇവിടെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അതുമല്ല, ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ആവാം. നിങ്ങളിൽ പലരുടെയും എനർജിയാണിത്. നിങ്ങൾ കാണുന്നൊക്കെ നിങ്ങളുടെ എനർജി തന്നെയാണ്. പിന്നെ 2 ഓഫ് പെന്റക്കിൾസ് ആണ്. പലരും സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരവും ചെലവും ഒക്കെ വല്ലാത്ത അവസ്ഥയിലാണ്. കിട്ടുന്ന എത്ര കിട്ടിയാലും അതൊന്നിനും തികയുകയില്ല എന്നുള്ള മനോഭാവമാണ്. അല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നതൂടെ, അല്ലെ? അതിനു മുൻപ് വരെ അങ്ങനെ ചിന്തയില്ലായിരുന്നു. കിട്ടുന്നതൊക്കെ അങ്ങ് ചെലവാക്കി പോവുകയായിരുന്നു. അങ്ങനെ വന്ന് കുറച്ചൊക്കെ ബാധ്യതകൾ കൂടുമ്പോഴാണ് അയ്യോ ഇനിയെങ്കിലും ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്നു. വരവും ചെലവും കൂടെ ഒക്കെ എഴുതി വെക്കാനും പിന്നീട് അത് ചെലവ് അപ്പുറം പോകാതെയും വരവിനനുസരിച്ചുള്ളത് എല്ലാം നോക്കി എഴുതി വെച്ചൊരു കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകാൻ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ആർക്കെങ്കിലും ഒക്കെ ഇന്ന് ജോലി കിട്ടുന്ന എനർജിയാണ്. ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും ഒരു ജീവിതത്തിന്റെ തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ സമൂഹത്തിലൊക്കെ ഒന്ന് തലയെടുപ്പോടുകൂടി നിൽക്കാൻ, മറ്റുള്ളവർക്ക് പല അഡ്വൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കാൻ ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവിടെ ഒരു മുൻപന്തിയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുമല്ലെങ്കിൽ ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുമല്ല ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാം. കാരണം എന്തായാലും നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ഇല്ലെങ്കിൽ, ദൈവാനുഗ്രഹം ഇല്ല എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു പദവിയിലേക്ക് വരില്ല, ഒരു ഹൈ എനർജിയിലേക്ക് വരില്ല. ഹൈ എനർജിയുള്ള വ്യക്തിയല്ലേ കിങ് എന്ന് പറയുമ്പോൾ. ആ ഒരു കിങ്ങിന്റെ പദവിയിലേക്ക് വരുമ്പോൾ ആവേശമാണ് ഇവിടെ. വാൺസ് അല്ലേ? അപ്പൊ നല്ല കോൺഫിഡൻസോടുകൂടി വരികയാണ്. എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ട് മുൻപിൽ നിന്ന് നയിക്കാൻ പറ്റും, പല കാര്യങ്ങൾ ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും.
മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ മുൻപിട്ട് നിൽക്കുന്ന, മുൻപന്തിയിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കഴിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 4 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ഥിരത നിലനിർത്താൻ, ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അത് ചിലപ്പോഴൊക്കെ ദൈവികമായ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഒരുപാട് പേർ, നിങ്ങളിപ്പോൾ പലരും സ്പിരിച്വൽ വേയിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. സ്പിരിച്വാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് കാണുന്നുണ്ട്. കാരണം പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതിന് എപ്പോഴാണ്? മനസ്സിലെ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുമ്പോഴാണ്. നെഗറ്റീവായ എനർജിയെ മനസ്സിൽ കുത്തി നിറച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്? അല്ലെ? മറ്റുള്ളവരോട് ചേർന്ന് സന്തോഷം അനുഭവിക്കണമെങ്കിൽ അതിലും വലിയ ഒരു എനർജി തന്നെയാണ്. മറ്റുള്ളവരുടെ അസൂയയോ വിദ്വേഷമോ ഒക്കെ പുലർത്തുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടൊരു ചിരി പോലും വരുന്നില്ല, ഒരു സ്മൈല് വരുന്നില്ല. ഇവിടെ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കൂടിച്ചേർന്ന് സന്തോഷിക്കുകയാണ് ഇവിടെ പല കാര്യങ്ങളിലും. ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹകാര്യത്തിലായാലും അഥവാ ബർത്ത്ഡേ പാർട്ടികളിലായാലും ഇവിടെ അങ്ങനെ സന്തോഷിക്കുന്നു, കൂടിച്ചേർന്ന് സന്തോഷിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു, ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരുടെയെങ്കിലും വിവാഹത്തിന് പോയിട്ട് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികളിൽ പങ്കെടുക്കുന്നതാവാം. അങ്ങനെ ഏതായാലും ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിക്കുന്ന എനർജിയും ആവാം. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് 9 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. നിങ്ങളിൽ പലർക്കും രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥ? മനസ്സിന്റെ ചിന്തകളാണ്. അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ സംസാരിക്കാൻ പോയിട്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. ഇനി അതല്ല, ചിലപ്പോൾ കടബാധ്യതകളാവാം. അത് നമ്മുടെ തന്നെ അനാസ്ഥ കൊണ്ടുണ്ടാവുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ബാധ്യതകൾ. അത് മുൻപേ തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ വരികയില്ല. ഓരോ ദിവസവും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം മനസ്സിൽ. അങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഈ ഒരു ഉറക്കമില്ലായ്മ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ ജീവിതത്തിൽ തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഈ പ്രശ്നത്തെ എന്താണ് ആ പ്രശ്നത്തിന് ഉത്തരം എന്ന് കണ്ടെത്താൻ കഴിയണം. പ്രശ്നം എവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തണം, മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം. അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഉറക്കമില്ലായ്മയെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും വരില്ല. അപ്പൊ ഇവിടെ ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടാവാം, എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം. അങ്ങനെയാണ് ഇവിടെ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കർമ്മയാവാം, പാസ്റ്റ് ലൈഫിൽ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുടേതായ ആ പരിണത ഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നത് എന്ന് പറയാം. അതിനൊരു സമയം യൂണിവേഴ്സ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അപ്പൊ ഇത് അനുഭവിക്കുമ്പോൾ ഒരു കാര്യം വിചാരിക്കണം, അത് എൻ്റെ കർമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മം ഞാൻ ഇനി നല്ല കാര്യങ്ങളെ ചെയ്യും, ഇനി ഞാൻ നന്മയിലൂടെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പിച്ച് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ ഈ ഒരു വിഷമകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ഇവിടെ നല്ല ഇടി മഴ ഒക്കെ ഉണ്ട് കേട്ടോ. 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് സാമ്പത്തികം നിങ്ങൾക്ക് ഒരുപാട് ചെലവാക്കാനില്ല, പക്ഷെ കുറച്ചേ ഉള്ളൂ. അത് എന്താണ്, കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുള്ളതിനെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. മനസ്സിലായി? അതിനെ എങ്ങനെ ചെലവാക്കണം? പിശുക്കി ചെലവാക്കുകയാണ്. പക്ഷെ അവിടെ നിന്നും ആർക്കെങ്കിലും പാവങ്ങൾക്ക് കൂടി എന്തെങ്കിലും സഹായിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടി വരില്ല.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചില കാര്യങ്ങൾക്കൊന്നും തികയുന്നില്ല. അതാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഇതിനെ ഒന്ന് വിനിമയം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കയ്യിൽ പൈസ ഉണ്ട്, അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൊടുക്കുക വാങ്ങിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, കയ്യിലിരിക്കുന്നതിന്റെ ആ നെഗറ്റിവിറ്റി പോവുകയും ചെയ്യും, തിരിച്ച് നിങ്ങളിലേക്ക് നല്ല എനർജി വരികയും ചെയ്യും. മനസ്സിലായോ? ആ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ, ഇനി ആർക്കും കൊടുക്കില്ല, ഇത് ചെലവാക്കാനില്ല എന്നുള്ള ആ തോട്ട്സിനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല, പണം എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് തന്നെയാണ്. അപ്പോ ഇത് ഇങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും കൂടെ കൊടുത്ത് സഹായിക്കുക, സന്തോഷിക്കുക. അത്യാവശ്യമുള്ളവർക്ക്, അത് അർഹതപ്പെട്ടവർക്ക് ഒന്ന് സഹായിക്കാൻ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുവഴിയിലൂടെ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും, കൂടുതലായിട്ടും നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കണം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യുക, ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുമ്പോൾ സന്തോഷം അനുഭവിച്ച് വേണം കൊടുക്കാൻ. മനസ്സിലായി? അപ്പോഴത് നിങ്ങളിലേക്ക് തന്നെ തിരികെ അത് കറങ്ങി നിങ്ങളിലേക്ക് തന്നെ വരും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വേണം മണി എപ്പോഴും ചെലവാക്കാൻ. മണിയെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങനെയാണ്. മനസ്സിലായോ? അത് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മളിലേക്ക് ഏറി വരും. അതിനെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നമുക്ക് കയ്യിലുണ്ട്, എന്നിലുണ്ട്, എന്നിൽ സമൃദ്ധിയാണ്, ഞാൻ സമൃദ്ധിയാണ്, എന്നിൽ എല്ലായ്പ്പോഴും മണിയുണ്ട്, എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം എനിക്ക് തികഞ്ഞു കിട്ടുന്നുണ്ട്, ഐ ആം അബണ്ടന്റ്. ഇതാണ് ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇങ്ങനെ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരുകയാണ് നമ്മൾ, അതാവും നമ്മൾ. മനസ്സിലായോ? അല്ലാതെ വെറുതെ ഇരുന്ന് കൊണ്ട് ചിന്തിക്കുകയാണ് എനിക്ക് പൈസ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എങ്ങനെ ജീവിക്കും, ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജിയാണ്. അതേ സമയത്ത് നമ്മളിൽ എല്ലാം ഉണ്ടെന്നുള്ള ചിന്ത നമ്മൾ എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും, അബണ്ടൻസിലേക്ക് നീങ്ങാൻ സാധിക്കും. മനസ്സിലായി? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇവിടെ ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയുന്നു. കുറച്ചൊക്കെ ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്നു, അവിടെ ടാരോ കാർഡ്സ് ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ പഠിക്കുന്നു. അതൊക്കെയാണ് ഇവിടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചാണ് ഇത് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പലർക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇത് പഠിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നവരുണ്ടാവാം. മനസ്സിലായി? ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം, റേക്കി ഹീലർ ഉണ്ടാവാം. ആരെങ്കിലുമൊക്കെ ഈ റീഡിങ് കാണുന്നവർ അങ്ങനെയുള്ളവരാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ എന്തായാലും ഇത് ഇൻറ്റ്യൂഷൻ ഉള്ളവർക്ക് മാത്രമേ ഇതിനെ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇൻറ്റ്യൂഷനിലൂടെയാണല്ലോ, ഉൾക്കാഴ്ചയിലൂടെയാണ് പല കാര്യങ്ങളും പറയാൻ സാധിക്കുന്നത് എന്താണ് ഇതെന്ന്. അല്ലെങ്കിൽ വെറുതെ കുറച്ച് പഠിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു വ്യക്തി, കാരണം ഇത് പഠിച്ചിട്ട് എന്തായാലും മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറച്ചൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവിടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന ഒരു വ്യക്തി, ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുമ്പോൾ എന്താണ്, ഇവിടെ പോസിറ്റീവ് എനർജിയെ നിലനിർത്താൻ സാധിക്കും. അതുവഴി കണ്ടില്ലേ ആനിമൽസ് ഒക്കെ അടുത്തുകൂടി വന്നിരിക്കും, അടുക്കാൻ ശ്രമിക്കും, അവരടുത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പോകാനേ പറ്റത്തില്ല. കാരണം ഈ ഒരു എനർജി അവർക്ക് നല്ല ഹീലിംഗ് എനർജിയാണിത്. മനസ്സിലായി? ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു എനർജി അവർക്ക് ഒരു സുഖം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവർ പറ്റിച്ചേർന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. കണ്ടില്ലേ? അങ്ങനെയാണ്. ഒന്ന് രണ്ട് കാർഡ്സ് എടുക്കാം. ഡെസ്റ്റിനിയാണ്, പല കാര്യങ്ങളും നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. കണ്ടില്ലേ? ഇവിടെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നത് എന്താണ്, ഡെസ്റ്റിനിയാണ്, വിധിയാണ്, യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ് ഇത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണിത്. നിങ്ങളെ ഈ വിധത്തിൽ മാറ്റിയെടുത്തത് യൂണിവേഴ്സാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരികയാണ്. ഈ ഒരു വേയിലൂടെ മുന്നോട്ട് പോകുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ അഭിവൃദ്ധി വർദ്ധിച്ചു വരുന്നു. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി, മറ്റു പല കാര്യങ്ങളിലും ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഇവിടെ ഹെയർ മണിയാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഹെയർ മണി കൂടിച്ചേരുന്ന എനർജി ഉണ്ട്. ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ആരെങ്കിലുമായിട്ട് ഇവിടെ കൂടിച്ചേരാനുള്ള എനർജി. അതുപോലെ തന്നെയാണ് 6 ഓഫ് കപ്സിന്റെ എനർജി തന്നെയാണ് ഹെയർ മണി വന്നിരിക്കുന്നത്. നമ്പർ 6 ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ വേർപിരിഞ്ഞിരിക്കുന്നവർ, വളരെയധികം പിണങ്ങിപ്പോയിരിക്കുന്നവരൊക്കെ നിങ്ങളോട് കൂടിച്ചേരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയം വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. സിൻസിയർ ലവ് ആണ്. കൂടിച്ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.